കോഴിക്കോട് വെള്ളക്കെട്ട് രൂക്ഷമായിരുന്ന കണ്ണാടിക്കൽ കക്കോടി മേഖലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങുകയാണ്. ജില്ലയിൽ മഴയ്ക്കും ശമനമുണ്ടായിട്ടുണ്ട്. സരീഷ് പി കെ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സരീഷ്, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞതിൻ്റെ ഒരു സാഹചര്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അവിടെ മാറിയിട്ടുണ്ടോ? ആളുകൾ തിരിച്ചെത്തി തുടങ്ങിയോ? എന്താണ് വിവരങ്ങൾ? നിലവിൽ ബന്ധുവീടുകളിലേക്ക് മാറിയ ആളുകൾ തിരിച്ച് വീട്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുകളിലത്തെ നിലയിലേക്ക്, ചില വീടുകളിൽ വീടിൻ്റെ മുകളിലെ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ താഴേക്ക് ഇറങ്ങുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണാടിക്കൽ മേഖലയിലാണ്. ഇവിടെ ഇപ്പോഴും ചില മേഖലകളിൽ വെള്ളക്കെട്ട് ഉണ്ട്. പക്ഷേ ആ മേഖലയിൽ നിന്നും അല്പം, അതായത് വീടുകളിലേക്ക് കയറിയ വെള്ളം അല്പം താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് ആളുകൾ തിരിച്ച് വീടുകളിലേക്ക് എത്തുകയും അത് ശുചീകരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ ബന്ധുവീടുകളിലേക്കാണ് മാറിയിരിക്കുന്നത്. കണ്ണാടിക്കലിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നും ആളുകൾ ക്യാമ്പിലേക്കും മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ആളുകൾ കൂടുതലായി എത്തുകയും അവരവരുടെ വീടുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ക്യാമ്പുകളിൽ നിലവിൽ അറ്റൻഡൻസ് ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിച്ച് ആളുകളെ ഇങ്ങോട്ടേക്ക് മാറ്റുക, അല്ലെങ്കിൽ വീടുകളിലേക്ക് പോകുന്നവർ ഉദ്യോഗസ്ഥരോട് പേര് വിവരങ്ങൾ നൽകിയതിന് ശേഷം വീടുകളിലേക്ക് പോവുക എന്നൊരു തീരുമാനമായിരുന്നു. എന്തായാലും നിലവിൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ചേട്ടാ, ഇവിടെയാണോ വീട്? എവിടെയാണോ? വീട് തൊട്ടപ്പുറത്താണ്. ഇതിപ്പം നേരത്തെ ക്യാമ്പിലേക്കോ ബന്ധുവീട്ടിലേക്കൊക്കെ മാറിയതായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒന്നാം നിലയിലേക്ക് മാറിയായിരുന്നു? അതെ. എന്നിട്ട് ഇപ്പം വൃത്തിയാക്കേണ്ട വൃത്തിയാക്കി കഴിഞ്ഞു. അവിടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് 1-2 വീടുകളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇറങ്ങി കഴിഞ്ഞു. ആളുകൾ തിരിച്ചു വന്നു തുടങ്ങിയല്ലേ? ആളുകൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. കുമ്മായം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിണറൊക്കെ മൂടിയതാണ്. ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പോകുമ്പോൾ വെള്ളമൊന്നുമില്ല. പിന്നെ ഈ ജപ്പാൻ കുടിവെള്ളം അതുണ്ട്, അതന്നെയുള്ളൂ. ഒരു പ്രതിരോധം വലിയൊരു പ്രശ്നമാണല്ലോ ഇനി, കാരണം ചെളി ഉൾപ്പെടെയുള്ള ചെളി തന്നെയായിരുന്നു. വീടിനകത്ത് മുഴുവൻ ചെളി തന്നെയായിരുന്നു. അതൊക്കെ അടിച്ച് വൃത്തിയാക്കിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പറമ്പിലൊക്കെ വെള്ളക്കെട്ട് നിൽക്കുവാണ്. പറമ്പിൽ ഇപ്പം ചളിയാണ്. പറമ്പിനന്ന് വെള്ളം താഴെ ഇറങ്ങി. അത് ചളിയാണ് ഇപ്പോൾ ഉള്ളത്. അത്രയേ ഉള്ളൂ. എന്തായാലും നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വീടിനകത്ത് നിന്ന് നമുക്ക് ഈ വീട് തന്നെ നോക്കിയാൽ നേരത്തെ ഏതാണ്ടൊരു അരയാൾ പൊക്കത്തിൽ വെള്ളമുണ്ടായിരുന്നതാണ്. ഈ വീടിനകത്തുൾപ്പെടെ ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ്. ആ ചെളിയും മണ്ണും മാറുകയും വെള്ളം ഇറങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നു, ചളി കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി തിരിച്ചെത്തിയാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമോ എന്നൊരു ആശങ്ക അവർക്കൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ സംസാരിച്ച ചേട്ടൻ ഈ കുമ്മായം ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ചുറ്റും വിതറുക, അങ്ങനെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ആളുകൾ ക്യാമ്പുകളിൽ നിന്നും ഒപ്പം തന്നെ ബന്ധുവീടുകളിൽ നിന്നും സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ 11 മണിയോടെ ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് എത്തിയവർ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നും ചെളി ഉൾപ്പെടെയുള്ളവ നീക്കുക എന്നുള്ളത് വലിയ ഭാരിച്ച പണിയാണ്. ആ ജോലിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ കൂടി എത്തുന്നതോടെ ഒരുപക്ഷെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൈവരും. അതോടൊപ്പം തന്നെ മഴ അടുത്ത മണിക്കൂറുകളിലും മാറി നിൽക്കുകയാണെങ്കിൽ, ഏതാണ്ട് ഇന്നലെ ഉച്ച മുതൽ തന്നെ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇനി അടുത്ത മണിക്കൂറുകളിലും മഴ മാറി നിൽക്കുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ ഈ വെള്ളക്കെട്ട് കൂടി ഇല്ലാതാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഉള്ളത്.